മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച, 50 നോമ്പ് തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ച. കാൽവരി ഓർമ്മകൾ പുതുക്കുന്ന നോമ്പുകാലത്തെ ഏതാനും വെള്ളികളിലൊന്ന്. സഹന വെള്ളിയുടെ ഇരുൾ വീണ സന്ധ്യയിൽ അരുമശിഷ്യർ ഓടിയകന്നു. ആരുമില്ലാത്ത നിമിഷങ്ങൾ, ഇതൾ കൊഴിഞ്ഞ് ശുഷ്കിച്ച സ്വപ്നങ്ങൾ, വേരറ്റുണങ്ങിയ മുന്തിരിവള്ളി. 33 ആണ്ട് നോവു തിന്നവൻ്റെ ജീവിതം ഇലകൊഴിഞ്ഞ് ഫലം ചൂടാതെ പോയ ആറ്റുതീരത്തെ മരമായിരുന്നുവോ എന്ന സംശയം ഏവരിലും ഉണർത്തി. പക്ഷേ സകലരാലും ഉപേക്ഷിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്ത മിശിഹായുടെ ബലഹീനത മഹത്തായൊരു കരുത്താണ്. നിഷേധങ്ങളിലും അവഗണനകളിലും അവൻ പതറുന്നേയില്ല. നമ്മെ സുഖപ്പെടുത്തും മുമ്പേ അവൻ ക്രൂശിക്കപ്പെടേണ്ടിയിരുന്നു. ആ മരണമാണ് മുറിവുണക്കലിന് കാരണം. അവിടുത്തെ കുരിശിൽ എൻ്റെ അഹങ്കാരവും സ്വാതന്ത്ര്യ വിനിയോഗവും ആണികളായി. ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അല്ല, ഞാൻ നസ്രത്തിലെ യേശുവിനെ കൊന്നു. പെന്തക്കൊസ്തായിൽ പത്രോസ് അഭിസംബോധന ചെയ്ത 3000 പേരിൽ എല്ലാവരും പീലാത്തോസിൻ്റെ അരമന വളപ്പിലുണ്ടായിരുന്നില്ല. കാൽവരിയിൽ ആണിയടിക്കുവാനും ഉണ്ടായിരുന്നില്ല. എങ്കിലും പത്രോസ് ശബ്ദമുയർത്തി അവരോട് പറഞ്ഞത്, നസ്രായനായ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു എന്നാണ്. അതിലൊരാളായി ഞാനും പലപ്പോഴും തീരുന്നു. അതല്ലേ സത്യം? When I gave him a wound, he transformed it into a holy wound. ഈ തിരുമുറിവിനാൽ അവിടുത്തെ നെഞ്ചിൽ കുത്തിയ പടയാളിക്കും ലഭിച്ചു കാഴ്ചയുള്ള ഒരു കണ്ണ്. Thus he became a wounded healer for me, for you and for all. Yes, he is really a wounded healer. കുരിശിലേറ്റപ്പെട്ടവൻ, മുറിവേറ്റ വൈദ്യൻ, സ്വയം മുറിവേറ്റുകൊണ്ട് എല്ലാവരുടെയും മുറിവുണക്കുന്നവനായി. നാമും മുറിവേൽക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നാം അവൻ എവിടെയാണെന്ന്. അതെ, അവൻ ഇവിടെയുണ്ട്. അവൻ പാവങ്ങളോടൊത്ത് മുറിവേറ്റിരിപ്പുണ്ട്. അതിലുമുപരി അവൻ നിനക്കരികെയുണ്ട്. ഏശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. കുരിശിൽ പിടയുന്ന നേരത്തും കാരിരുമ്പാണികൾ തുളഞ്ഞു കയറുമ്പോഴും മുടിയിഴകൾക്കിടയിലൂടെ മുൾമുടി താഴ്ന്നിറങ്ങുമ്പോഴും ഈശോ തളർവാദ രോഗിയോട് എന്നതുപോലെ നമ്മോട് പറയുന്നു, യുവർ സിൻസ് ആർ ഫോർഗീവൻ മൈ ഫ്രണ്ട്. തളർവാദ രോഗിക്കും അവൻ വൈദ്യനും സുഹൃത്തുമാകുന്നു. ഗെറ്റ് അപ്പ്, പിക്ക് അപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. അതെ, പാപഭണ്ഡാരങ്ങൾ അഴിച്ചുവെച്ച് നന്മ നിറച്ച് നമ്മിൽ വസിക്കുന്നവനോട് കൂടെ നടന്നു നീങ്ങാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. പ്രിയനേ